നീ എന്ന ഞാൻ എന്ന അക്ഷരങ്ങൾ തെരുവിലായുധമേന്തിയ നേരങ്ങളിൽ, നീ എന്ന ഞാൻ എന്ന അക്ഷരങ്ങൾ തെരുവിലായുധമേന്തിയ നേരങ്ങളിൽ, അരുതെന്ന അല്പാക്ഷരത്തിന്റെ ചിറകുള്ളിൽ വിറപൂണ്ട ചിത്രം വരച്ചതാരാ? അരുതെന്ന അല്പാക്ഷരത്തിന്റെ ചിറകുള്ളിൽ വിറപൂണ്ട ചിത്രം വരച്ചതാരാ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുരുവട്ടൂരിലെ കുർവാ സംഘം പിഴച്ചവരാണ്, പിഴപ്പിക്കുന്നവരാണ്. അവരിൽ നിന്ന് നാം അകന്നു നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിഴച്ച വിശ്വാസമാണ് കുരുവട്ടൂരി കുർവാ സംഘത്തിനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ശൈത്വാനിന് വരാൻ കഴിയില്ല. വ്യക്തമായി പറഞ്ഞാൽ കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെയോ സമദിന്റെയോ തൊരിയൂരി കുഞ്ഞാമതിന്റെയോ നൗഷാദിന്റെയോ തുടങ്ങി ഏത് കുട്ടിച്ചാത്തന്റെ കോലത്തിൽ വന്നാലും സ്വപ്നത്തിൽ വന്നയാള് ഞാൻ നബിയാണെന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്, അവൻ കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാണ് എന്ന പിഴച്ച വാദമാണ് കുരുവട്ടൂരി കുർവാ സംഘത്തിനുള്ളത്. ഈ വാദത്തിനെതിരെ ശക്തമായി ആഞ്ഞടിക്കുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ആരാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ? നൗഷാദ് തന്നെ പറയട്ടെ, നമുക്കത് കേൾക്കാം. മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. സാദാത്തീങ്ങളിൽ വളരെ ആദരിക്കപ്പെടേണ്ട കുടുംബമാണ് ജിഫ്രി കുടുംബം. ആർക്കാണ് ഇവിടെ തർക്കം? ജിഫ്രി തങ്ങളെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയത് മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവര് പ്രത്യേകം ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും നന്ദി ദാറുസ്സലാം കോളേജിൽ അവിടുത്തെ മുദർരിസായി പ്രത്യേകം ശംസുൽ ഉലമ നിയോഗിച്ചതാണ്. മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട ഉലമാനോട്, ഉമറാക്കളോട് മുത്തുത്തങ്ങൾ വരുമെന്നും ഈ സംഘടനക്ക് അവർ നേതൃത്വം നൽകുമെന്നും ശംസുൽ ഉലമ നേരത്തെ പറഞ്ഞ സംഭവങ്ങളാണ് ആളുകൾ ഇപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളെ ആദരിക്കണമെന്ന് പറയുന്നവരാണ് ഞങ്ങൾ. അതിലാർക്കാ ഇവിടെ തർക്കമുള്ളത്? നിങ്ങൾക്കല്ലേ അതിൽ തർക്കം? പാണക്കാട് സാദാത്തീങ്ങളെയും ജിഫ്രി സാദാത്തീങ്ങളെയും കേരളത്തിലെ എല്ലാ സാദാത്തീങ്ങളെയും അംഗീകരിക്കണം. അവിടെ തന്നെ ആലിമും സയ്യിദുമായി സയ്യിദുൽ ഉലമ വരുമ്പോ അവരെ കൂടുതൽ പരിഗണിക്കണം. എല്ലാവരും ആദരിക്കുന്ന പാണക്കാട് കുടുംബത്തെ എന്തായാലും ആദരിക്കണം. സയ്യിദുൽ ഉലമ പാണക്കാട് തങ്ങൾ ആദരിക്കുന്ന ആളാ. പാണക്കാട് തങ്ങൾ സയ്യിദുൽ ഉലമനെ ആദരിക്കുന്നവരാണ്. അവർക്കിടയിൽ ആദരിക്കപ്പെടണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ ഇവരെന്തിനതിൽ ഇടപെടണം? ഇവർക്ക് വേറെ വല്ല പണി നോക്കി പോയാ പോരെ? കേട്ടല്ലോ സഹോദരങ്ങളെ, കുരുവട്ടൂരി കുർവാ സംഘത്തിന്റെ തലവനായ നൗഷാദിന് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പുകഴ്ത്തിയിട്ട് മതി വരുന്നില്ല. പുകഴ്ത്തി ബഹുമാനപ്പെട്ടവർ നേതൃത്വം കൊടുക്കുന്ന സമസ്ത രണ്ടായി പിളർന്നിരിക്കുകയാണ്. കുരുവട്ടൂരി കുർവാ സംഘ തലവനായ നൗഷാദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സമസ്തയെ എപ്പോൾ പൊക്കിപ്പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ അപ്പോൾ മുതൽ ആ സമസ്തയിൽ പ്രശ്നങ്ങളും തുടങ്ങി. മഹാനായ താജുൽ ഉലമ ധൈര്യപൂർവ്വം നമുക്ക് നിങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കൂ മക്കളെ. ഞാൻ ഒറ്റക്കാണെങ്കിലും നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ മറ്റൊന്നിനും വില കൽപ്പിക്കുന്നില്ല എന്ന് ഉച്ചൈസ്വരം പ്രഖ്യാപിച്ച് നമുക്ക് നേതൃത്വം നൽകിയതിന്റെ ഗുണം ഇന്ന് ഇതാ മുസ്ലിം സമുദായം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് അതാ ഇന്ന് അനുഭവിക്കുന്നില്ലേ? താജുൽ ഉലമയെ തെറ്റിദ്ധരിച്ചു പോയവർ, അതേ സുൽത്താനുൽ ഉലമയെ തെറ്റിദ്ധരിച്ചു പോയവർ, നൂറുൽ ഉലമയെ തെറ്റിദ്ധരിച്ചു പോയവർ, സുബ്ഹാനല്ലാഹ്, അവരിലും പലർക്കും അതേ അബദ്ധം ബോധ്യപ്പെടുന്നില്ലേ? ആ മഹാന്മാർ അവർ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ത്യാഗത്തിന് മുതിർന്നു. അവരെ കൂക്ക് വിളിക്കുമ്പോ, കല്ലെറിയുമ്പോ, അവരെ ചീത്ത വിളിക്കുമ്പോ, ഈ കെ സമസ്തയെ പുകഴ്ത്തി പറഞ്ഞാൽ, ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഒന്ന് പുകഴ്ത്തിയാൽ, മറ്റ് ഈ കെ വിഭാഗം സമസ്തയിലെ പണ്ഡിതന്മാരെ പുകഴ്ത്തിയാൽ,
ശംസുൽ ഉലമയെ പുകഴ്ത്തിയാൽ തനിക്ക് സമസ്ത മുഷാവറ അംഗമായി ബലസാം അല്ലെങ്കിൽ SYSന്റെ സംസ്ഥാന നേതാക്കളിൽ ഒരാളാവാം എന്ന് കരുതിയിട്ടാണ് ചങ്ങാതി വാനോളം പുകഴ്ത്തിയത്. പക്ഷേ ഈ ചങ്ങാതി പുകഴ്ത്തിയ അന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട് അവിടെ പ്രശ്നങ്ങൾ. ഇപ്പോഴിതാ പിളരുന്ന ഒരവസ്ഥയിലെത്തിയിരിക്കുന്നു. സമസ്ത ആദർശവേദി എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിനൊക്കെ കാരണക്കാരൻ നൗഷാദ് വട്ടൂരിയാണെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകുന്ന സമസ്ത മനസ്സിലാക്കാതെ പോയാൽ, മുമ്പ് അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈലി പറഞ്ഞതുപോലെ, നിങ്ങൾ മറ്റേ സമസ്തയുടെ കുറ്റം പറഞ്ഞ് കുറച്ചു കാലം നടക്കി അതിനുശേഷം നമുക്ക് ഇങ്ങോട്ട് വരാം എന്ന തീരുമാനം മാറ്റി അവനെ പാടെ വലിച്ചെറിയലാണ് നല്ലത്. അല്ലാതെ കുരുവട്ടൂരി കുറുവാ സംഘ തലവനായ നൗഷാദിനെ പേറിയാൽ പേറിയവർ മുഴുവനും നാറും എന്നതിന്റെ തെളിവ് നിങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഏതായാലും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നൗഷാദിന്റെ പിഴച്ച വാദത്തിന് മറുപടി കൊടുക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇബ്രാഹിം നബിനെ കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വർക്കത്ത് കാണില്ല, നേരത്തെ കാണുകയാണ്. അതാ സംഭവം മനസ്സിലാക്കേണ്ടത്. വർക്കത്ത് പോയി നമ്മൾ കാണുമല്ലോ, പലരും കാണും. കണ്ടത് അവരാവും ചെയ്യുക, അല്ലാതാവും ചെയ്യുക, അത് വേറെ സംഗതി. നമ്മൾ കണ്ടുകൊണ്ട് കണ്ടവരായിക്കോളൊന്നുമില്ല. അത് ആരെ കണ്ടാലും അങ്ങനെ തന്നെ. റസൂലാനെ കണ്ടാലും അത് റസൂലാനെ ആയിക്കോളൊന്നുമില്ല. റസൂലാന്റെ രൂപത്തിൽ ശൈത്താൻ വരാൻ പറ്റില്ല എന്നുള്ളതാ. അല്ലാതെ ശൈത്താൻ ഞാൻ റസൂലാന്ന് വന്ന് പറയുക എന്നോട്, മനസ്സിലായി? അപ്പോൾ ഈ കാണുന്നത് ചിലപ്പോൾ ശൈത്താനായിരിക്കും. റസൂലാന്റെ രൂപത്തിൽ ശൈത്താൻ വരും, അതാണ് ആ ഹദീസിന്റെ അർത്ഥം. അല്ലാതെ നമ്മൾ ആ റസൂലാനെ കണ്ട റസൂലാനെ എന്നുള്ള അർത്ഥത്തിലല്ല. അത് ശൈത്താൻ എനിക്ക് റസൂലാന്റെ രൂപത്തിൽ രൂപപ്പെട്ട് വരാൻ സാധ്യത. അപ്പോൾ റസൂൽ ആരാന്ന് മനസ്സിലാക്കണമെങ്കിൽ റസൂലാൻ നമ്മൾ കണ്ടേ. അപ്പോൾ അതെന്തോ ആവട്ടെ, നമ്മൾ സ്വപ്നത്തിൽ നമ്മൾ പലരും കാണും, പലരും കാണും. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അമ്പിയാക്കന്മാർ റസൂല കണ്ടു തന്നെ, സ്വപ്നത്തിൽ കണ്ടു എന്നല്ല. ഖുറായിത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഞാൻ കണ്ടു. കേട്ടല്ലോ സഹോദരങ്ങളെ, എത്ര വ്യക്തമായിട്ടാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കാര്യം പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ സ്വപ്നത്തിൽ വന്നാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിക്കൊള്ളണമെന്നില്ല. അത് പിശാചുമാകാം. പിശാചിന് ഞാൻ നബിയാണെന്ന് പറഞ്ഞു വരുന്നതിന് യാതൊരു തടസ്സവുമില്ല. അങ്ങനെ വാദിക്കുന്നവർ പിഴച്ച കക്ഷികളാണ്. കാരണം അവർ ഹദീസ് നിഷേധികളാണ്, ഹദീസ് ദുർവ്യാഖ്യാനം നടത്തുന്നവരാണ്. അവരുടെ സ്ഥാനം നരകത്തിലാണ് എന്ന് വ്യക്തമാക്കുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ സുന്ദരമായ പ്രഭാഷണമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. ഇനിയെങ്കിലും കുറുവാ സംഘത്തിൽ പെട്ടുപോയ കുരുവട്ടൂരികളെ നൗഷാദ് തന്നെ അവകാശപ്പെടുന്നത് അവന്റെ ഷെയ്ഖിന്റെ നിർദ്ദേശപ്രകാരമാണ് അവൻ ഓരോന്ന് പറയുന്നതെന്നാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പുകഴ്ത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ടാവുക കോമാട്ട് ചാലിൽ അബ്ദുള്ളയായിരിക്കുമല്ലോ. ആ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് നൗഷാദിന്റെ വാദം പിഴച്ച വാദമാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുരുവട്ടൂരി കുറുവാ സംഘത്തിൽ ഇനിയും കടിച്ചു തൂങ്ങിയാൽ നിങ്ങൾ ആഖിറം നഷ്ടപ്പെടും. സാക്ഷിയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹിയെ വിമർശിക്കാൻ വേണ്ടി പുസ്തകമെഴുതിയ ഇടമറുക് അവസാനം എഴുതി എത്തിയത് എവിടെയാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്രമായ ജീവിതത്തെ പറ്റി വർണ്ണിക്കാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ എങ്കിൽ എപിയെ വിമർശിക്കാൻ പേനെടുത്ത മുഴുവൻ ആളുകളും അങ്ങനെ തന്നെ അവർ ചെയ്തിട്ടുള്ളൂ. അവർ പ്രചരിപ്പിച്ച ഒരു പ്രചരണം വരെ പോയിട്ടില്ലെന്ന് മാത്രമല്ല, കാന്തപുരത്തിനെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതിയ ആർക്കും അത് കാന്തപുരത്തെ പറ്റി മോശമാക്കാൻ എഴുതിയതാണ് എന്ന് വായനക്കാർക്ക് തോന്നിപ്പിക്കാൻ വരെ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഇതിൽ പരാജയപ്പെട്ട മാധ്യമം ജനുവരി 29-ന് 91 ജനുവരി 29-ന് ഞായറാഴ്ച മാധ്യമം AP അബൂബക്കർ മുസ്ലിയാരുടെ മനോഹരമായ ചിത്രം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കാനും കളിയാക്കാനും വേണ്ടി എഴുതിയ പ്രതിച്ഛായ എന്ന കുറിപ്പിൽ നിങ്ങൾ നോക്കൂ, എഴുതി അവസാനം ആ ലേഖനം സമാപിക്കുന്നത് ഇങ്ങനെയാണ്: തലപ്പാവ്
ഉളുമാവും തൊപ്പിയും കണ്ടിട്ടോ മതപ്രസംഗത്തിലെ അസഹിഷ്ണുതാപരമായ പരാമർശങ്ങൾ കേട്ടിട്ടോ AP ഒരു സാധാരണ മുസ്ലിയാരാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കരുത്തുറ്റ ഒരു സംഘാടകനാണ് അദ്ദേഹം. കാരന്തൂരിലെ സുന്നി മർക്കസ് AP-യുടെ സംഘടനാ വൈഭവത്തിന്റെ മികച്ച ഉദാഹരണമാണ്. ഒരു കാലത്ത് ആരാരും അറിയാതെ ഒരു പള്ളിയിൽ മതാധ്യാപകനായി ഒതുങ്ങിക്കൂടിയ AP ഇന്ന് കേരളത്തിലെ ഒരു വിഭാഗം മുസ്ലിം ജനസാമാന്യത്തിന്റെ കിരീടം വെക്കാത്ത രാജാവായതിന്റെ പിന്നിൽ ഈ വൈഭവം മാത്രമേ ഉള്ളൂ. ഇതിപ്പോ AP-നെ കുറ്റപ്പെടുത്തലോ മറുപടി പറയലോ മാധ്യമക്കാരന്റെ എഡിറ്റർക്ക് ഒരുപക്ഷെ കുറ്റപ്പെടുത്തിയതാണ് എന്ന നിലക്ക് അയാൾ സമാധാനിക്കുന്നുണ്ടാവും. എന്നാൽ അത് കഴിഞ്ഞ് പിന്നീടിറങ്ങിയ 96 ഡിസംബർ 27-ന് AP ഉസ്താദിനെ ഒന്നുകൂടെ കോലം കെടുത്തിക്കൊണ്ട് ഒരു ലേഖനം എഴുതാൻ തീരുമാനിച്ചു. ഉസ്താദിന്റെ ഫോട്ടോവിന് പകരം കാർട്ടൂന്, ഒരു കൈയിൽ മൊബൈലും ഒരു കൈയിൽ തസ്ബീഹ്മാലയും റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസനയും വഫിൽ ആഖിറതി ഹസനയും ശരിക്കും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള നല്ല ഒരു കാർട്ടൂൺ കൊടുത്തുകൊണ്ട് ഇതിന് നിങ്ങൾ നോക്കൂ. അവസാനം AP-നെ പറയുകയാണ്, അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കണമെന്നില്ല. കാരണം അറേബ്യയിൽ ചെന്നാൽ അറബിയിലും ഡൽഹിയിൽ ചെന്നാൽ ഉറുദുവിലും കാരന്തൂരിൽ മലയാളത്തിലും ചിന്തിക്കുന്നതുകൊണ്ട് ഇന്നോളം കാന്തപുരം വെട്ടിൽ വീണില്ല. മറ്റേ മൊയ്ലിയമാര് ഗൾഫിൽ ചെന്നാലും ബോംബെ ചെന്നാലും നാട്ടിലാരും ഇജാണ്ടി നീച്ചാ ഞാനൊന്ന് കുത്തിരിക്കട്ടെ എന്നല്ലാതെ അതിലപ്പുറം ഒരക്ഷരം പഠിച്ചിട്ടില്ല എന്ന് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിന്റെ സുവനീറിൽ തന്റെ സ്വന്തം പണ്ഡിതന്മാരെ ഹെമക്കുകളെന്ന് അവരെ പ്രസിഡന്റ് അസ്ഹരി തങ്ങൾ വിളിച്ചിട്ട് പോലും ഞങ്ങളെ ജില്ലാ സിറാജ് കറസ്പോണ്ടർ ഉമ്മനാക്ക സാധാരണ ഒരു നാടൻ മനുഷ്യനാണ്. അയാൾക്ക് മനസ്സിലായി സിറാജിൽ പിറ്റേന്ന് എഴുതിയപ്പറ മറ്റേ മൂല്യന്മാർ എവിടെയാതുള്ളതെന്ന് കാട്ടിയാന്ന് പറഞ്ഞു കണ്ടു നോക്കിയത്. അപ്പൊ ചുരുക്കത്തിൽ കാന്തപുരം അങ്ങനെയല്ല. മാധ്യമം പറയുന്നു ഗൾഫിൽ ചെന്നാൽ അറബിയിലും ഡൽഹിയിൽ ചെന്നാൽ ഉറുദുവിലും കാരന്തൂരിൽ ചെന്നാൽ മലയാളത്തിലും ചിന്തിക്കുന്നത് കൊണ്ട് അത് ജമാഅത്താരും മുജാഹിദുകളും അങ്ങനെയാ. ഒരു മയ്യത്ത് കൊണ്ടും പേരോടിന്റെ കേസറ്റ് കേട്ടി നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് ചിന്തിക്കണം. ഒരു പറയുന്നതിന് ചിന്തിക്കുന്നതിന് പറയാന്ന ഒരു പറയാ. ആ നിലക്ക് പറഞ്ഞതാണ്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് എഴുതി പറയുന്നു സഹോദരന്മാരെ. എന്നാൽ കാന്തപുരത്തെ രാഷ്ട്രീയക്കാരനാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുമോ? സാധിക്കുകയില്ല. ഇരുമ്പും കാന്തവും തമ്മിലുള്ള ബന്ധമാണ് രാഷ്ട്രീയവും കാന്തപുരവുമെന്ന് ആരോപണക്കാർക്കുണ്ടോ അറിയുന്നു. കാന്തം ഇരുമ്പിനെ ആകർഷിക്കും, എന്നാൽ കാന്തം ഇരുമ്പല്ല. അതേപോലെയാണ് കാന്തപുരം. അദ്ദേഹം രാഷ്ട്രീയക്കാരെ ആകർഷിക്കും, എന്നാൽ കാന്തപുരം രാഷ്ട്രീയക്കാരനല്ല. എന്ന് വെച്ചാൽ മർക്കസിനെയും സുന്നികളെയും ആര് സഹായിക്കുമോ അവരെ കാന്തപുരം തിരിച്ചു സഹായിക്കും. ഇതല്ലാത്ത ഒരു രാഷ്ട്രീയം കാന്തപുരത്തിനില്ല എന്ന് മാധ്യമം 98-94 ഡിസംബർ 27-ന് വെള്ളിയാഴ്ച എഴുതുമ്പോൾ, അല്ലയോ എന്റെ മൂല്യന്മാര്, ഈ കാന്തപുരത്തെയാണോ നിങ്ങൾ 4 അസൂയാലുക്കൾ കൂടിയിട്ട് ഓനപ്പോലാകണേ എന്ന് വിചാരിച്ച് നിങ്ങൾ ഈ അസൂയ പ്രചരിപ്പിക്കുന്നത്? ഇതൊന്നും വരപ്പോവുകയില്ല. മർക്കസിൽ നിങ്ങളെ പ്രവർത്തകനെ ഞങ്ങൾ തല്ലി എന്ന് പറഞ്ഞ് 4 കുട്ടികൾ ജാഥ നടത്തി നോക്കിയല്ലോ. എന്തുണ്ടായി കേരളത്തില്? രാവിലെ പത്രം വായിക്കണ സാധാരണക്കാരൊക്കെ ചോദിച്ചു, എവിടുന്നാ നമ്മളെ ആൾക്കാരെ മറ്റോര് തച്ചത്? അത് ഓല കോളേജിനാ. അപ്പൊ ഇവര് ചോദിക്ക, എന്തിനാ ഈ ഹെമക്ക് ഓല കോളേജിക്ക് പോയി? എന്താക്കിയ ഒരു ചായ ഇയാൾ പീടിയെന്ന് രാവിലെ പറയാം. ചായ കുടിക്കാൻ വന്നാണ് രാവിലെ മലപ്പുറത്തൊരു കാക്ക. അപ്പോൾ ആ പത്രം വായിക്കുന്നത് ഏപ്പിക്കാര് ഈക്കക്കാരെ തച്ചു. അപ്പൊ കഥ അറിയാത്ത വയസ്സൻ ചോദിക്കുക, എവിടുന്നാ തച്ചത്? ഓല കോളേജിൽ. അപ്പൊ ഇയാൾ ഉണ്ടാക്കിയ ഒരു ചായ, എത്തിനാ ഈ നമുക്ക് ഓല കോളേജിക്ക് പോയത്? ഇങ്ങനെ നിങ്ങളെ എല്ലാ പ്രചരണങ്ങളും ഇവിടെ നിലനിന്നിട്ടുള്ളൂ. അല്ലാത്ത ഒരു പ്രചരണവും ഇവിടെ നിലപ്പോവുകയില്ല എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ട് ബഹുമാനപ്പെട്ട കാന്തപുരം എപ്പിയ
അബൂബക്കർ മുസ്ലിയാരിൽ ഞങ്ങൾ കണ്ടെത്തിയ ആശയം, ഞങ്ങൾ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ മുസ്ലിം കേരളം കണ്ടെത്തിയ ആദർശം, മുസ്ലിം ഇന്ത്യ കണ്ടെത്തിയ ആദർശം, ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം, അതുമായി പോകുന്ന ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ഇമാതിരിയുള്ള പ്രചരണങ്ങൾക്കോ പ്രവർത്തനങ്ങൾക്കോ സാധിക്കുകയില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി സർവാസൂയാലുക്കൾക്കും അസൂയ തീർത്തു കൊടുത്ത് അല്ലാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.